അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദർ പടച്ചവനെ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ചെറിയ 5 ആയത്തുകൾ മാത്രമുള്ള ഒരു കുഞ്ഞു സൂറത്തിനെ കുറിച്ചാണ്. ഇത് ഓതിയാൽ അല്ലാഹു ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ജീവിതത്തിൽ അല്ലാഹു ഉയർച്ചകൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു അടഞ്ഞ വഴികൾ തുറന്നു തരുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. മഹാന്മാര് പറയുന്ന നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഈ രൂപത്തിൽ നിങ്ങൾ ഓതിയാൽ അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. നമ്മളെ മുന്നിലുള്ളത് മഹത്തായ ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമളാൻ നമ്മളോട് വിട പറയാൻ അടുത്തിരിക്കുകയാണ്. ഇനിയുള്ളത് വലിയ മഹത്വമുള്ള രാവുകളാണ്. അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്നവർ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ വേണ്ടതുപോലെ മഹത്തുക്കൾ പറഞ്ഞു തന്നതുപോലെ പാരായണം ചെയ്താൽ, ഇനിയുള്ള രാവുകളും ദിനങ്ങളും നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലാഹു തആല നിറവേറ്റി തരുന്നതാണ്. നമ്മൾ പരിശുദ്ധ റമളാനിലാണ് നിലകൊള്ളുന്നത്. നമുക്ക് ഈ റമളാൻ അല്ലാഹു അനുകൂലമാക്കി തരണേ അല്ലാഹുവേ. റമളാൻ അനുകൂലമാക്കി നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇനി റമളാൻ നമ്മൾ നിന്ന് കഴിഞ്ഞു പോകാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. റമളാൻ നമ്മൾ നിന്ന് കഴിഞ്ഞു പോയാലും നമ്മൾ ഇബാദത്തുകൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഇനി നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു രാവ് ഒരുപാട് പോരുഷകൾ നിറഞ്ഞ ഒരു രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അത് റമളാൻ അവസാനത്തെ ഒറ്റ രാവുകളിൽ പ്രതീക്ഷിക്കാനാണ് മഹാരഥന്മാര് നമ്മളോട് പറഞ്ഞത്. റമളാൻ അവസാനത്തെ 10ന്റെ ഒറ്റ രാവുകൾ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. പടച്ചവനെ, ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്നവർ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 1000 മാസത്തെ പവിത്രമായ ഒരു രാത്രിയാകുന്നു. ലൈലത്തുൽ ഖദർ എന്താണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയിച്ചു കൊടുത്തായിരുന്നു. പക്ഷേ ഈ വിവരം തന്റെ ഉമ്മത്തിനോട് പറയാനായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ആകാംക്ഷയോടെ വന്നപ്പോൾ പള്ളിക്ക് മുന്നിലായി 2 ആളുകൾ ചണ്ട കൂടുകയാണ്. ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്ന് പറയാൻ വന്നപ്പോൾ 2 പേര് പള്ളിയുടെ മുന്നിൽ വഴക്ക് കൂടുകയാണ്. ആ തർക്കം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ തർക്കം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിക്കപ്പെട്ട ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്ന് അറിയിക്കപ്പെട്ടപ്പോൾ ആ വിവരത്തെ അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, എനിക്ക് ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന വിവരം ലഭിച്ചതാണ്. പക്ഷേ ആ വിവരം ഞാൻ നിങ്ങൾക്ക് എടുത്തു പറയാനായി വന്നപ്പോൾ ഇവിടെ 2 പേര് തർക്കിക്കുന്നത് കണ്ടപ്പോൾ ആ വിവരം അല്ലാഹു എന്നിൽ നിന്നും മറച്ചു കളഞ്ഞു. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഖൈറായിരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്താണ് അത്? നിങ്ങൾക്ക് ഖൈറായിരിക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഖൈർ എന്ന് പറഞ്ഞതിനെ കുറിച്ച് സഹാബാക്കൾ ഒരു പഠനം നടത്തി. അവർ പറയുകയാണ്, ഖൈർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദർ എന്നാ. ലൈലത്തുൽ ഖദർ അറിഞ്ഞിട്ടും ആ രാത്രി ഇബാദത്തിൽ മുഴുകാത്തവരെ ഒരു പക്ഷേ അല്ലാഹു ശപിച്ചു കളയാം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇന്ന ദിവസമാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ട് ആ ദിവസത്തിൽ നമ്മൾ അശ്രദ്ധരായിരുന്നാൽ, ആ ദിവസത്തിൽ ഇബാദത്ത് ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ അല്ലാഹു നമ്മളെ ശപിച്ചു കളഞ്ഞിരിക്കാം. സുബ്ഹാനല്ലാഹ്. മഹത്തുക്കളായ സഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഭാഗത്ത് നമുക്കൊരു ശാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദിവസത്തെ അല്ലാഹു മറച്ചതെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. വേറെ ചില പണ്ഡിതന്മാര് പറയുന്നു, അത് വ്യാഖ്യാനം നൽകുന്നു, ലൈലത്തുൽ ഖദർ എന്താണെന്നുള്ള കൃത്യമായ വിവരം ഉമ്മത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കി എല്ലാ ദിവസവും വിട്ടുകളഞ്ഞിട്ട് ആ ദിവസം മാത്രം അവർ ഇബാദത്ത് ചെയ്യും.
ബാക്കി എല്ലാ ദിവസവും ഒഴിവാക്കും. എന്നിട്ട് ആ ദിവസം മാത്രം ഇബാദത്ത് ചെയ്യും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ആ വിവരം ഉയർത്തിക്കളഞ്ഞത് ബാക്കിയുള്ള ദിവസങ്ങൾ കൂടി നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ അതിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവൻ ആരാണ്? അല്ലാഹ്, നിനക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആരാണ്? അതിന് മറുപടിയായി അല്ലാഹു പറഞ്ഞു, ഇന്ന പ്രദേശത്ത് മലമുകളിൽ ഒരാളുണ്ട്, അദ്ദേഹം വലിയ ഒരു ആബിദാണ്. ഈസാ നബിക്ക് അദ്ദേഹത്തെ ചെന്ന് കാണാനും ഇത് പറഞ്ഞപ്പോൾ ഈസാ നബിക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിനെ ഒന്ന് കാണണം, ദുആ ചെയ്യിപ്പിക്കണം, അദ്ദേഹവുമായിട്ട് സഹവസിക്കണം. അങ്ങനെ തിടുക്കമായി അല്ലാഹു പറഞ്ഞ മലമുകളിലേക്ക് ഈസാ നബി അലൈഹിസ്സലാം ധൃതിയിൽ യാത്രയായി. ആ മലയുടെ മുകളിലെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ ഭരണശാല കണ്ടു. അതിന്റെ പുറത്ത് അദ്ദേഹം ആദരവോടെ കാത്തു നിന്നു. ഈസാ നബി അലൈഹിസ്സലാം ഈ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനെ കാണാനായി അദ്ദേഹം അവിടെ കാത്തു നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ഒരാൾ ഭരണശാലയുടെ അടുത്തേക്ക് നടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഭക്ഷണ സാധനങ്ങളുണ്ട്. അദ്ദേഹത്തോട് ഈസാ നബി അലൈഹിസ്സലാം ഭരണശാലയ്ക്കകത്തുള്ള ആരാധകനെ പറ്റി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരാധകൻ അകത്തുണ്ടെന്നും അദ്ദേഹം ഇന്ന് നോമ്പ് മുറിക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് ആരാധകൻ ഇപ്പോൾ പുറത്തേക്ക് വരും എന്നും ആ മനുഷ്യൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ ദിവസത്തിലാണ് അദ്ദേഹം നോമ്പ് തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ നോമ്പിന്റെ കാലാവധി 1 വർഷമാണ്. അദ്ദേഹം ഇന്ന് ഭക്ഷണം കഴിച്ച് നോമ്പ് മുറിച്ചാൽ വീണ്ടും ഇന്ന് തന്നെ നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങും. പിന്നീട് അടുത്ത വർഷം ഇതേ ദിവസത്തിൽ മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയുള്ളൂ, നോമ്പ് മുറിക്കുകയുള്ളൂ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ വാർത്ത കേട്ട് അത്ഭുതകരമായി നിന്നുപോയി. സുബ്ഹാനല്ലാഹ്, ആ ഭരണശാലയ്ക്കകത്തുള്ള ആരാധകൻ ഭക്ഷണം സ്വീകരിച്ച് നോമ്പ് മുറിക്കാൻ പുറത്തു വന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനെ കണ്ടു. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഇത് ജീവിതത്തിൽ നിന്നും ഒരിക്കലും കിട്ടാത്ത ഒരു അനുഭവമായി ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും അല്ലാഹുവിനോട് ചോദിച്ചു, ഇതിലും വലിയ ഒരു ആബിദിനെ നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? അല്ലാഹു പറഞ്ഞു, ഉണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ ആ ആബിദീങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനാണുള്ളത്. അവർക്ക് ലൈലത്തുൽ ഖദർ എന്ന രാവുണ്ട്. ശ്രദ്ധിക്കണം മോമിനീങ്ങളെ, അവർക്ക് ലൈലത്തുൽ ഖദർ എന്ന ഒരു രാവുണ്ട്. ആ രാവിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല 1 വർഷം മുഴുവൻ നോമ്പ് പിടിക്കുന്ന മനുഷ്യനെക്കാൾ അല്ലാഹു വലിയ പദവി നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഈ മറുപടി ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്നവർക്ക് അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെടുമെന്ന ഈ ഒരു മറുപടി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഈസാ നബി അലൈഹിസ്സലാം ഉടൻ തന്നെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുവെങ്കിൽ എന്നെയും നീ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ പെടുത്തണേ അല്ലാഹ്. ഈസാ നബിയുടെ ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചത് കൊണ്ട് ഈസാ നബി അന്ത്യനാളിന് മുന്നേ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മുത്തുനബിയുടെ സമുദായത്തിലെ അംഗമായി മുത്തുനബിയുടെ ശരീഅത്ത് നടപ്പിലാക്കും. ഇവിടെ നീതിയോടെ ഭരണം നടത്തും. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാറുന്നതാണ്. ഞാനിത് പറഞ്ഞത് നല്ല നല്ല രാവുകളാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോവുകയാണ്. ആ ദിവസമൊക്കെ ഈ മഹത്തായ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, നല്ല ഇഖ്ലാസോടെ ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം
നിങ്ങൾ ഈ 5 ആയത്തുകൾ മാത്രമുള്ള ഈ കുഞ്ഞു സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഉയർച്ച നൽകുന്നതാണ്. അതുപോലെ തന്നെ അടഞ്ഞ വഴികൾ അല്ലാഹു തുറന്നു തരുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അപ്പൊ അല്ലാഹു നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഏതാണോ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മഹത്തുക്കൾ പറയുന്നു, ഈ സൂറത്ത് ഈ പറയുന്ന രൂപത്തിൽ ഓതിയാൽ മതി. ഈ സൂറത്ത് നമുക്ക് ഓതാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം വിജയിക്കും. അതായത് നമുക്ക് മല പോലുള്ള ആവശ്യങ്ങൾ ഉണ്ടായാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. എത്ര വലിയ ആവശ്യം ആയിക്കോട്ടെ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 1000 ഹജ്ജും അല്ലാഹുവിന്റെ മാർഗത്തിൽ 1000 വട്ടം ജിഹാദ് ചെയ്തതുപോലത്തെ പ്രതിഫലവും കിട്ടും. ഈ സൂറത്ത് ഓതിയാൽ, ഈ സൂറത്ത് പതിവാക്കിയാൽ ഇതുപോലുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മഹാന്മാര് പറയുന്ന ഭരണാധികാരികളിൽ നിന്നോ എന്തെങ്കിലും ആവശ്യം, ഭരണാധികാരികളിൽ നിന്നോ എന്തെങ്കിലും നേതാക്കന്മാരിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നുമെല്ലാം വല്ലതും വല്ല ആവശ്യവും നേടിയെടുക്കാനുണ്ടെങ്കിൽ, ഒരു കാര്യവും സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പോകുന്നതിന് മുമ്പ് ഉദാഹരണത്തിന് ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മോമിനികൾ, ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടല്ലോ. ഓരോരോ രേഖകൾക്ക് വേണ്ടി നമ്മൾ ഓരോ ദിവസങ്ങൾ ഇറങ്ങിത്തിരിക്കാറുണ്ട്. ചിലത് മുടങ്ങിക്കിടപ്പുണ്ട്, ചിലത് ഇറങ്ങുമ്പോൾ ആ വഴികളൊന്നും വിശാലമാകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വഴികളൊക്കെ അല്ലാഹു എളുപ്പമാക്കി തരും. മഹത്തുക്കൾ പറഞ്ഞതുപോലെ ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ടിറങ്ങിയാൽ, ഈ കുഞ്ഞു സൂറത്ത്, അപ്പൊ എങ്ങനെയാണ് ഇത് ഓതേണ്ടിയുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഓതു കൊടുക്കുക. എന്നിട്ട് ഇനി പറയാൻ പോകുന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതുക. അതോടൊപ്പം തന്നെ ആയത്തുൽ കുർസി 3 പ്രാവശ്യം ഓതുക. അതോടൊപ്പം സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്, സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്, സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് 1 പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഇത് ഏത് കാര്യത്തിനാണോ നമ്മൾ പോയത് ആ കാര്യം അല്ലാഹു ഖൈറായി വിജയിപ്പിച്ചു തരുന്നതാണ്. അല്ലേ, ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയാൽ ഒരിക്കലും നടക്കത്തില്ല. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ ഈ അമലൊന്ന് ചെയ്തു നോക്കുക, അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ്. അടുത്ത നേട്ടം, നമുക്കൊരു പനി ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുണ്ടായി, അപ്പോൾ നല്ലതുപോലെ മനസ്സിരുത്തി എന്റെ രോഗം എനിക്ക് മാറ്റിത്തരണേ അല്ലാ, ഈ രോഗം എനിക്ക് തരല്ലേ അല്ലാ എന്നുള്ള നല്ല മനസ്സോടെ ഈ സൂറത്ത് ഓതിയാൽ, ഈ സൂറത്ത് പതിവായി ഓതിയാലോ ആ രോഗം അല്ലാഹു മാറ്റിത്തരും. പിന്നീട് അവർക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, ജീവിതത്തിൽ വലിയ വലിയ രോഗങ്ങൾ കടന്നു വരികയില്ല എന്ന് മഹാന്മാർ പറയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസോടെ നമ്മൾ ചെയ്യണം. അതുപോലെ നമസ്കാരങ്ങളൊക്കെ നമുക്ക് വേണം. അടുത്തതായി കിട്ടുന്ന നേട്ടം, വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം ഒരു മനുഷ്യൻ 25 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ 1000 ഹജ്ജ് ചെയ്ത കൂലിയും 1000 പ്രാവശ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത പ്രതിഫലവും ലഭിക്കുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ജുമുഅ ദിവസം ആരൊക്കെ ജുമുഅ നമസ്കരിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ പ്രതിഫലവും അല്ലാഹു അവന് നൽകുന്നതാണ്. ഇത് ഏതാണ്? ആ സൂറത്ത് ലൈലത്തുൽ ഖദറിനെ പറ്റി പറയുന്ന സൂറത്താണ്. സൂറത്തുൽ ഖദർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. ഈ മഹത്തായ സൂറത്തിന്റെ ശ്രേഷ്ഠതകളും ഇത് ഓതിയാൽ കിട്ടുന്ന മഹത്വങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മഹത്തായ ഈ സൂറത്ത് ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഒറ്റ രാവുകളിൽ ഈ സൂറത്ത് കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അമൽ ചെയ്യാം. അതുപോലെ റമളാൻ അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് അമൽ ചെയ്യാം. പക്ഷേ റമളാൻ ഒരുപാട് പുണ്യങ്ങളെല്ലാം നൽകപ്പെടുന്നതാണ്. നല്ല ഇഖ്ലാസോടെ പടച്ചവനെ, എന്റെ മനസ്സിലുള്ള ആഗ്രഹം അല്ലാഹുവേ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. നല്ല നിയത്തോടെ റബ്ബേ, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അവർക്കും ഞങ്ങൾക്കുമെല്ലാം സകല അനുഗ്രഹങ്ങളും നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അർഹമർ റഹീമീൻ യാ റബ്ബി ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്നവരെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങൾ ഈ സൂറത്ത് കൊണ്ട് അമൽ ചെയ്യുമ്പോൾ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഭവനമില്ലാത്ത ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്ത ഞങ്ങൾക്ക് നീ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. പടച്ചവനെ, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നത് ഭൂമിയിൽ നിന്ന് മുടക്കുന്നതുമായ സർവ്വ ആപത്തുകളും തൊട്ട് വിപത്തുകളും തൊട്ട് ഞങ്ങളോട്, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് കൊണ്ട് വസിയത്ത് എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പരിശുദ്ധ ഖുർആനും ഞങ്ങളുടെ ദിക്റുകളും ഞങ്ങളുടെ സ്വലാത്തുകളും അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ ദാനധർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്